പ്രിയപ്പെട്ടവരെ, പ്രായം കൂടുന്നത് തടയാൻ കഴിയാത്ത ഒന്നാണെന്നാണോ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഒരിക്കലെങ്കിലും കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ കണ്ണിന് താഴെയുള്ള ആ കറുത്ത പാടുകളോ നെറ്റിയിലെ വരകളോ കണ്ട് നിങ്ങൾ നെടുവീർപ്പിട്ടിട്ടുണ്ടോ? പണ്ടത്തെ ആ തിളക്കം എവിടെ പോയി എന്ന് മനസ്സ് മന്ത്രിക്കുന്ന ആ നിമിഷം അതൊരു വെറും സങ്കടമല്ല, നിങ്ങളുടെ ശരീരം നൽകുന്ന സൂചനയാണ്. നമ്മൾ വിശ്വസിക്കുന്നത് പ്രായം എന്നത് വെറുമൊരു അക്കമാണെന്നാണ്. എന്നാൽ ആധുനിക അലോപ്പതി ശാസ്ത്രം ഇന്ന് തെളിയിക്കുന്നത് മറ്റൊന്നാണ്. നിങ്ങളുടെ പ്രായത്തെ വർഷങ്ങൾ പുറകിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതെ, നിങ്ങളുടെ ഉള്ളിലെ കോശങ്ങളെ വീണ്ടും യൗവനത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ആ രഹസ്യം അറിയണോ? ഇത് പുതിയ വർഷം, പുതിയ തീരുമാനങ്ങൾ. പക്ഷെ പണത്തിനും പ്രശസ്തിക്കും പിന്നാലെ ഓടുന്നതിനിടയിൽ സ്വന്തം ശരീരത്തെ നിങ്ങൾ മറന്നുപോയോ? ഈ വർഷം നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയ റെസല്യൂഷൻ മറ്റൊന്നുമല്ല, നമ്മുടെ ആരോഗ്യം തന്നെയാണ്. നിങ്ങളുടെ ശരീരത്തിന് പ്രായമാകാതെ സംരക്ഷിക്കാനും രോഗങ്ങളെ വെല്ലുവിളിക്കാനും സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വരും മണിക്കൂറുകൾ നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റാൻ പോകുന്ന ഒന്നാണ്. സയൻസും കഥകളും കോർത്തിണക്കി രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും ചടുലതയുള്ള ഒരു ശരീരം എങ്ങനെ സ്വന്തമാക്കാമെന്നും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഈ യാത്രയിൽ എന്നോടൊപ്പം ചേരൂ. നമ്മളിൽ പലരും വിചാരിക്കുന്നത് രോഗങ്ങൾ വരുന്നത് വിധിയാണെന്നാണ്, അല്ലെങ്കിൽ പാരമ്പര്യമാണെന്ന്. എന്നാൽ മോഡേൺ മെഡിസിൻ പറയുന്നത് ശ്രദ്ധിക്കൂ, ജീവിതശൈലി രോഗങ്ങളും നമ്മൾ ചോദിച്ചു വാങ്ങുന്നതാണ്. ബാക്കി ശതമാനം മാത്രമേ ജനിതകമായ കാരണങ്ങളുള്ളൂ. നമ്മുടെ ശരീരം ലോകത്തിലെ മികച്ച ഒരു കാർ പോലെയാണ്. ചിന്തിക്കൂ, കോടികൾ വിലമതിക്കുന്ന ഒരു കാർ നിങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ നിങ്ങൾ മണ്ണെണ്ണ ഒഴിക്കുമോ? അത് ചെളിപിടിച്ചു കിടക്കാൻ അനുവദിക്കുമോ? ഇല്ലല്ലോ. കൃത്യമായി സർവീസ് ചെയ്യും, നല്ല പെട്രോൾ അടിക്കും. പക്ഷെ കാറിനേക്കാൾ വിലപിടിപ്പുള്ള സ്വന്തം ശരീരത്തിലേക്ക് നമ്മൾ എന്താണ് ഒഴിക്കുന്നത്? എപ്പോഴാണ് നമ്മൾ അവസാനമായി ഈ ശരീരം ഒന്ന് സർവീസ് ചെയ്തത്? അലോപ്പതി വൈദ്യശാസ്ത്രത്തിൽ ടെലോമിയേഴ്സ് എന്നൊരു സംഭവമുണ്ട്. നമ്മുടെ ഡിഎൻഎയുടെ അറ്റത്തുള്ള ചെറിയ തൊപ്പികൾ പോലെയാണിവ, ഷൂലൈസിന്റെ അറ്റത്തുള്ള പ്ലാസ്റ്റിക് കവർ പോലെ. നമ്മൾ പ്രായമാകും തോറും അല്ലെങ്കിൽ തെറ്റായ ജീവിതരീതികൾ പിന്തുടരുമ്പോൾ ഈ ടെലോമിയറുകളുടെ നീളം കുറയുന്നു. അങ്ങനെയാണ് തൊലി ചുളിയുന്നതും അവയവങ്ങൾ പണിമുടക്കുന്നതും. എന്നാൽ സന്തോഷകരമായ വാർത്ത എന്താണെന്നോ? ശരിയായ ശ്രദ്ധ കൊടുത്താൽ ഈ പ്രക്രിയയെ നമുക്ക് മന്ദഗതിയിലാക്കാം, ചിലപ്പോൾ റിവേഴ്സ് ചെയ്യാനും സാധിക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡോക്ടർമാർ മരുന്നിന് കുറിപ്പടി എഴുതും മുൻപേ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ പറയാൻ സമയം കിട്ടാത്ത ചില കാര്യങ്ങളാണ്. നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് ആ വലിയ യാത്ര തുടങ്ങാം. ഈ യാത്രയിൽ നമ്മൾ 5 പ്രധാന മേഖലകളിലൂടെ കടന്നുപോകും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ മറന്നുപോയ മരുന്നുറക്കം, ശരീരത്തിന്റെ ഭാഷ വ്യായാമം, മനസ്സിന്റെ ശാസ്ത്രം സ്ട്രെസ് മാനേജ്മെന്റ്, അലോപ്പതി പറയുന്ന സപ്ലിമെന്റ് രഹസ്യങ്ങൾ. നിങ്ങൾക്ക് പുത്തനുണർവ് നൽകുന്ന ആദ്യത്തെ കാര്യം ഒരു തിരിച്ചറിവാണ്. എന്റെ ആരോഗ്യം എന്റെ ഉത്തരവാദിത്വമാണ് എന്ന തിരിച്ചറിവ്. പലപ്പോഴും നമ്മൾ ആശുപത്രിയിലെത്തുന്നതുവരെ കാത്തിരിക്കും. ഒരു നെഞ്ചുവേദന വന്നാലോ അല്ലെങ്കിൽ ഒരു തലകറക്കം വന്നാലോ മാത്രം ഡോക്ടറെ കാണുന്ന രീതി. ഇതിനെയാണ് സിക്ക് കെയർ എന്ന് വിളിക്കുന്നത്, അതായത് രോഗം വന്ന ശേഷം ചികിത്സിക്കൽ. നമുക്ക് വേണ്ടത് ഹെൽത്ത് കെയർ ആണ്, അതായത് രോഗമില്ലാത്ത അവസ്ഥ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇപ്പോൾ എവിടെയാണെങ്കിലും ഒരു നിമിഷം കണ്ണടച്ചിരിക്കൂ. നിങ്ങളുടെ ശരീരത്തോടൊന്ന് സംസാരിക്കൂ. ക്ഷമിക്കണം, ഇത്രയും നാളും നിന്നെ ഞാൻ അവഗണിച്ചു. ആവശ്യത്തിന് വെള്ളം തന്നില്ല, വിശ്രമം തന്നില്ല. ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് മനസ്സ് വിഷമിപ്പിച്ചു. പക്ഷേ ഇനി അങ്ങനെയല്ല. ഈയൊരു പ്രതിജ്ഞയാണ് നമ്മുടെ ആദ്യത്തെ ചുവടുവെപ്പ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. രോഗങ്ങളുടെ മൂലകാരണം എവിടെയാണെന്നറിയാമോ? അത് നമ്മുടെ വയറ്റിലാണ്. യു ആർ വാട്ട് യു ഈറ്റ് എന്ന് കേട്ടിട്ടില്ലേ? പക്ഷെ നമ്മൾ കഴിക്കുന്നത് ഭക്ഷണമാണോ അതോ മെല്ലെ കൊല്ലുന്ന വിഷമാണോ? നമ്മുടെ അടുക്കളയിൽ ഒളിഞ്ഞിരിക്കുന്ന, നമ്മളെ പ്രായമാക്കുന്ന ആ വില്ലന്മാരെക്കുറിച്ചും നിങ്ങളുടെ രക്തക്കുഴലുകളെ വയസ്സുകാരൻ്റേതുപോലെയാക്കാൻ സഹായിക്കുന്ന ആധുനിക ഡയറ്റ് രീതികളെക്കുറിച്ചും ഞാൻ പറയാം. നമ്മുടെ അടുക്കളയിലേക്കൊന്ന് കണ്ണോടിക്കാം. അവിടെ ഏറ്റവും ഭംഗിയുള്ള ചില്ലുഭരണികളിലിരിക്കുന്ന വെളുത്തുതുടുത്ത ആ സുന്ദരനെ കണ്ടിട്ടില്ലേ? അതെ, പഞ്ചസാര. നമ്മൾ മലയാളികൾക്ക് പഞ്ചസാര വെറുമൊരു രുചിയല്ല, അതൊരു വികാരമാണ്. ചായയിൽ, പായസത്തിൽ, എന്തിന് കറികളിൽ പോലും ഒരൽപ്പം പഞ്ചസാര ചേർക്കുന്നവരുണ്ട്. ജീവിതം കയ്പുള്ളതാകുമ്പോൾ മധുരം കഴിക്കൂ എന്നൊക്കെ നമ്മൾ കവിതാരൂപത്തിൽ പറയും. പക്ഷേ മോഡേൺ മെഡിസിൻ ഇതിനെ വിളിക്കുന്നത് വൈറ്റ് പോയ്സൺ അഥവാ വെളുത്ത വിഷം എന്നാണ്. എന്തുകൊണ്ടാണ് ഡോക്ടർമാർ പഞ്ചസാരയെ ഇത്രയധികം ഭയക്കുന്നത്? പ്രമേഹം വരുമെന്നതുകൊണ്ട് മാത്രമാണോ? അല്ലയല്ല. ചെറുപ്പം നിലനിർത്തണമെങ്കിൽ ഈ വാക്ക് ഓർമ്മിക്കുക: ഗ്ലൈക്കേഷൻ. ഇതൊരു ശാസ്ത്രീയ നാമമാണ്.
ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഒരു തുരുമ്പിക്കൽ പ്രക്രിയയാണിത്. നിങ്ങൾ പഞ്ചസാര കഴിക്കുമ്പോൾ അത് രക്തത്തിലേക്ക് കുതിച്ചെത്തുന്നു. ഈ അധികമായി വരുന്ന പഞ്ചസാര നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീനുകളുമായി, പ്രത്യേകിച്ച് തൊലിക്ക് മുറുക്കം നൽകുന്ന കൊളാജനുമായി കൂടിച്ചേരുന്നു. മുഖത്ത് ചുളിവുകൾ, ചർമ്മം തൂങ്ങൽ, വയസ്സു തോന്നിക്കൽ. അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ശത്രു പഞ്ചസാരയാണ്. ചായയിലെ മധുരം കുറച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ബേക്കറി പലഹാരങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്കുകൾ, പാക്കറ്റ് ജ്യൂസുകൾ ഇവയിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന പഞ്ചസാരയെ തിരിച്ചറിയണം. രണ്ടാമത്തെ വില്ലൻ കുറച്ചുകൂടി അപകടകാരിയാണ്. അവനെ നമ്മൾ വിളിക്കുന്നത് ഇൻഫ്ലമേഷൻ അഥവാ വീക്കമെന്നാണ്. നമുക്ക് കയ്യിലൊരു മുറിവ് പറ്റിയാൽ എന്ത് സംഭവിക്കും? അവിടെ ചുവന്നു തടിക്കും, ചൂടാകും, വേദനിക്കും. ഇത് പുറമേ കാണുന്ന വീക്കം. ശരീരം ആ മുറിവിനെ ഉണക്കാൻ നടത്തുന്ന ശ്രമമാണത്. അത് നല്ലതാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്ന തെറ്റായ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് റിഫൈൻഡ് ഓയിലുകൾ, മൈദ, പ്രോസസ്ഡ് മാംസം, ഇവ സ്ഥിരമായി ഉള്ളിലെത്തുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകൾക്കുള്ളിൽ ഒരു തീപിടുത്തമുണ്ടാകുന്നു. ഇതിനെ ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് വിളിക്കുന്നു. പുറമേ കാണില്ല, വേദന അറിയില്ല, പക്ഷെ ഉള്ളിൽ നിങ്ങളുടെ അവയവങ്ങൾ പതിയെ വെന്തുരുകുകയാണ്. ഹൃദ്രോഗം, ക്യാൻസർ, അൽഷിമേഴ്സ്, സന്ധിവേദന, ഈ ഭീകരന്മാരുടെയെല്ലാം അമ്മ എന്ന് പറയുന്നത് ഈ വീക്കമാണ്. നമ്മൾ മലയാളികൾക്ക് പൊരിച്ചതും വറുത്തതും പ്രിയമാണ്, എണ്ണയിൽ മുങ്ങിവരുന്ന ആ വിഭവങ്ങൾ. പക്ഷെ ഓർക്കുക, ഓരോ തവണയും പഴകിയ എണ്ണയോ നിലവാരമില്ലാത്ത വെജിറ്റബിൾ ഓയിലുകളോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കോശങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. കാറിന്റെ എഞ്ചിനോയിൽ മാറ്റാൻ നമ്മൾ കാണിക്കുന്ന ശ്രദ്ധ സ്വന്തം ശരീരത്തിലെ എണ്ണയുടെ കാര്യത്തിൽ കാണിക്കാറുണ്ടോ? പലരും ചോദിക്കാറുണ്ട്, ഡോക്ടർ പിന്നെ എന്ത് കഴിക്കും, എല്ലാം വിഷമല്ലേ എന്ന്. അല്ല, പ്രകൃതി നമുക്ക് നൽകിയ അമൃതുണ്ട്. നല്ല കൊഴുപ്പുകൾ. നമ്മുടെ തലച്ചോറിന്റെ ശതമാനവും കൊഴുപ്പാണ്. അതിന് പ്രവർത്തിക്കാൻ നല്ല ഇന്ധനം വേണം. ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ, മത്തിയും അയലയും പോലുള്ള ചെറിയ മീനുകൾ, വാൾനട്ട്, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ് ഇവയൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. വെളിച്ചെണ്ണയും ഒലിവ് ഓയിലും മിതമായ അളവിൽ ഉപയോഗിക്കാം. ഒരു തീരുമാനമെടുക്കൂ, സൺഫ്ലവർ ഓയിലും മറ്റ് റിഫൈൻഡ് ഓയിലുകളും അടുക്കളയിൽ നിന്ന് പടിയിറക്കി വിടും. പകരം ശുദ്ധമായവ ഉപയോഗിക്കും. വറുത്തത് കുറയ്ക്കും, പകരം ആവിയിൽ വേവിച്ചത് ശീലമാക്കും. ഇനിയൊരു രഹസ്യം കൂടിയുണ്ട്. എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ പ്രാധാന്യം എപ്പോൾ കഴിക്കുന്നു എന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ പൂർവികർക്ക് ഷുഗറും പ്രഷറും കുറവായിരുന്നു. അവർക്ക് ജിമ്മിൽ പോകേണ്ടി വന്നിരുന്നില്ല. കാരണം അവർ സൂര്യനെ നോക്കിയാണ് ജീവിച്ചിരുന്നത്. സൂര്യൻ ഉദിക്കുമ്പോൾ ഭക്ഷണം, അസ്തമിക്കുമ്പോൾ വിശ്രമം. ഇന്ന് നമ്മളോ? രാത്രി 1-നും 2-നും ഫുഡ് ഓർഡർ ചെയ്യുന്ന സംസ്കാരം. നമ്മുടെ വയർ ഒരു മിക്സി പോലെയാണ്. മണിക്കൂറും അത് കറങ്ങിക്കൊണ്ടിരുന്നാൽ മോട്ടോർ മിസ്സിംഗ് പോയില്ലേ? അതിനും വേണ്ടേ വിശ്രമം? ഇവിടെയാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് അഥവാ ഇടവിട്ടുള്ള ഉപവാസം എന്ന ആശയം കടന്നുവരുന്നത്. ഇതൊരു ഡയറ്റല്ല, ഇതൊരു ജീവിതരീതിയാണ്. നിങ്ങളുടെ ചെറുപ്പം തിരിച്ചുപിടിക്കാൻ ഇതിലും വലിയൊരു മരുന്നില്ല. ലളിതമായൊരു വഴിയുണ്ട്. രാത്രി 8 മണിക്ക് മുൻപ് അത്താഴം കഴിക്കുക. പിന്നെ അടുത്ത ദിവസം രാവിലെ 8 മണിവരെ, അതായത് മണിക്കൂർ വെള്ളം മാത്രം കുടിച്ച് വയറിന് വിശ്രമം നൽകുക. ഈ മണിക്കൂർ സമയം നിങ്ങളുടെ ശരീരം എന്തു ചെയ്യുമെന്നറിയാമോ? അത് ദഹനപ്രക്രിയ നിർത്തിവെച്ചിട്ട് റിപ്പയറിംഗ് ജോലികൾ തുടങ്ങും. കേടുവന്ന കോശങ്ങളെ നന്നാക്കും, അഴുക്കുകളെ പുറന്തള്ളും. ഇതിനെ ഓട്ടോഫാഗി എന്ന് വിളിക്കും. ശരീരം സ്വയം വൃത്തിയാക്കുന്ന മാജിക്. നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഡോക്ടർ ഉണർന്നിരുന്ന് ചികിത്സിക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക. അതാണ് ഫാസ്റ്റിംഗ് നൽകുന്ന ഗുണം. പക്ഷേ ഈ ഇന്റേണൽ ഡോക്ടർക്ക് പണിയെടുക്കാൻ മറ്റൊരു കാര്യം കൂടി അത്യാവശ്യമാണ്. നമ്മൾ പലപ്പോഴും ഒട്ടും വില കൊടുക്കാത്ത എന്നാൽ ജീവശ്വാസം പോലെ പ്രധാനപ്പെട്ട ഒന്ന് ഉറക്കം. ഉറക്കം ഒരു വിശ്രമമല്ല, അത് റിപ്പയർ ഷിഫ്റ്റാണ്. എനിക്ക് രാത്രി ഉറങ്ങാൻ ഇഷ്ടമല്ല, ഞാൻ നൈറ്റ് ഔൾ ആണ് എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ശരീരത്തിനുള്ളിൽ ഒരു ജൈവഘടികാരം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെ സർക്കാഡിയൻ റിതം എന്ന് പറയുന്നു. ഈ ഘടികാരം കുഴഞ്ഞാൽ ഉറക്കം മാത്രമല്ല, ഊർജ്ജം, വിശപ്പ്, മൂഡ്, വണ്ണം എല്ലാം കുഴയാം. രാത്രി വൈകിത്തെളിഞ്ഞ സ്ക്രീൻ ലൈറ്റ് കാണുന്നതുപോലുള്ള കാര്യങ്ങൾ ശരീരത്തിന് ഇപ്പോഴും പകലാണെന്ന തെറ്റായ സിഗ്നൽ നൽകുന്നു. അതിനാൽ രാത്രി ഉറക്കം ഞാൻ കൃത്യമായി കാക്കും. കാരണം അത് യൗവനത്തെ കാക്കുന്നു. നല്ല ഉറക്കത്തിനുള്ള പ്രധാന ഹോർമോണുകളിലൊന്നാണ് മെലറ്റോണിൻ. ഇരുട്ടുകൂടുമ്പോൾ ശരീരത്തിന് ഇനി വിശ്രമം എന്ന് പറഞ്ഞുകൊടുക്കുന്ന സന്ദേശകന്റെ ജോലിയാണ് മെലറ്റോണിൻ ചെയ്യുന്നത്. അപ്പോൾ ചിന്തിക്കുക, രാത്രി വൈകി കിടക്കയിൽ കിടന്ന് നിങ്ങൾ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ അതൊരു സൂര്യോദയം പോലെ തലച്ചോറിന് തോന്നാം. അപ്പോഴാണ് ഉറക്കം വരാത്തതും കിടക്കയിൽ കിടന്നിട്ടും മനസ്സ് ഓടിക്കൊണ്ടിരിക്കുന്നതും. ഇവിടെ ഒരു ലളിതമായ നിയമം: രാത്രി കിടക്കുന്നതിന് മിനിറ്റ് മുൻപ് സ്ക്രീൻ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ കുറഞ്ഞ മങ്ങിയ വെളിച്ചം ഉപയോഗിക്കുക, നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുക. ഈയൊരു മാറ്റം മാത്രം നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണമേന്മ ഉയർത്താൻ സഹായിക്കും.
ചിലർ 8 മണിക്കൂർ കിടക്കും, എന്നിട്ടും ഉണരുമ്പോൾ ക്ഷീണം. കാരണം ഉറക്കം മണിക്കൂർ മാത്രമല്ല, അത് ആഴത്തിലേക്ക് പോകണം, തുടർച്ചയായി തകരാതെ വരണം. നല്ല ഉറക്കം കിട്ടിയ ദിവസത്തിന്റെ അടയാളങ്ങൾ: രാവിലെ അലാമില്ലാതെ എഴുന്നേൽക്കാൻ തോന്നും, പകൽ തളർന്നു വീഴുന്നത് കുറയും, ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം കുറയും, മനസ്സിന് സ്ഥിരത കൂടും. ഇതിനെ ഒരു പരീക്ഷണം പോലെ കാണുക, തുടർച്ചയായി ഉറക്കം സംരക്ഷിക്കുക, ശരീരം തന്നെ മറുപടി പറയാൻ തുടങ്ങും. ഇനി രണ്ടാമത്തെ വലിയ വില്ലൻ സ്ട്രെസ്സാണ്. സ്ട്രെസ് എന്നത് വെറുമൊരു മനസ്സിന്റെ പ്രശ്നമല്ല, അത് ശരീരത്തിലെ ഹോർമോണുകളെയും പ്രതിരോധശേഷിയെയും ബാധിക്കാം. സ്ട്രെസ് കൂടുമ്പോൾ കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകളുടെ നില മാറും. തുടർച്ചയായ സ്ട്രെസ് കാരണം ഉറക്കം തകരുകയും പിന്നെ ഉറക്കം കുറഞ്ഞതുകൊണ്ട് സ്ട്രെസ് കൂടുകയും ചെയ്യുന്ന ഒരു ദുഷ്ചക്രം പലർക്കും ഉണ്ടാകാം. ഇവിടെ ഒരു കഥ ഓർക്കുക. നിങ്ങളുടെ വീട്ടുവാതിൽക്കൽ ദിവസവും ഒരാൾ കല്ലെറിഞ്ഞ് ഓടിമറഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും സമാധാനമുണ്ടാകുമോ? അതാണ് സ്ഥിരം ടെൻഷൻ. ജോലി, കടം, കുടുംബം, സോഷ്യൽ മീഡിയയിലെ താരതമ്യം എല്ലാം കൂടി മനസ്സിന്റെ വാതിലിലേക്ക് കല്ലെറിയുന്ന ശീലങ്ങൾ. നമ്മൾ പഠിക്കേണ്ടത് പ്രശ്നങ്ങളില്ലാതാക്കലല്ല, പ്രശ്നങ്ങൾക്ക് നടുവിലും ശരീരത്തെ ശാന്തമാക്കുന്ന വിദ്യയാണ്. ശാന്തമാകാനുള്ള 3 മിനിറ്റ് മരുന്ന്. ഇപ്പോൾ ഒരു ചെറിയ പ്രാക്ടീസ്. ഇത് ചെയ്യാൻ സമയം വേണമെന്നില്ല, 3 മിനിറ്റ് മതി. മൂക്കുവഴി 4 സെക്കൻഡ് ശ്വാസം ഉൾക്കൊള്ളുക, 2 സെക്കൻഡ് പിടിച്ചുവെക്കുക, 6 സെക്കൻഡ് പതുക്കെ പുറത്തേക്ക് വിടുക. ഇങ്ങനെ 6 റൗണ്ട് ചെയ്യുക. ഈ രീതിയിലുള്ള മന്ദശ്വസനം ശരീരത്തിലെ കാം മൂഡ് അഥവാ പാരാസിമ്പത്തറ്റിക് റെസ്പോൺസ് സജീവമാക്കാൻ സഹായിക്കുന്നു. ഇത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ചിന്തയുടെ വേഗം കുറയും, ഉള്ളിൽ ഒരു ഇടവേള തുറക്കും. ഇനി നമുക്ക് 5 ചെറിയ നിയമങ്ങൾ എഴുതിവെക്കാം. രാത്രി ഒരേ സമയം കിടക്കാൻ ശ്രമിക്കുക. കഴിയുന്നത്ര സ്ഥിരത. കഫീൻ അഥവാ ചായ 4 മണിക്ക് ശേഷമുള്ള സമയം ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക. രാത്രി ഭക്ഷണം വളരെ വൈകിക്കരുത്. കിടക്കയിൽ കിടന്നാൽ നാളത്തെ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. ഒരു ചെറിയ പ്രാർത്ഥന അല്ലെങ്കിൽ കൃതജ്ഞതശീലം വളർത്തുക. അടുത്ത ഭാഗം വ്യായാമം. പക്ഷേ ജിം എന്ന പേടി വേണ്ട. വീട്ടിൽ ചെറിയ സമയം ശരീരത്തിന് സന്തോഷം തരുന്ന രീതിയിൽ എങ്ങനെ ചലനം ഒരു മരുന്നാക്കാമെന്ന് നോക്കാം. പലരും ജിമ്മിൽ പോകണമെന്ന് റെസല്യൂഷൻ എടുക്കും, പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആ ഉഷാർ പോകും. എന്തുകൊണ്ട്? നമ്മൾ വ്യായാമത്തെ ഒരു ശിക്ഷയായിട്ടാണ് കാണുന്നത്. വണ്ണം കുറയ്ക്കാൻ, വയറു കുറയ്ക്കാൻ കഷ്ടപ്പെടണം എന്ന ചിന്ത. പക്ഷേ ഡോക്ടർമാർ പറയുന്നത് മറ്റൊന്നാണ്. മോഷൻ ഈസ് ലോഷൻ. അതായത് നിങ്ങളുടെ സന്ധികൾക്കും എല്ലുകൾക്കും ഇടയിലുള്ള ലൂബ്രിക്കേഷൻ നടക്കണമെങ്കിൽ ശരീരം ചലിച്ചേ മതിയാവൂ. സിറ്റിംഗ് ഇസ് ദ ന്യൂ സ്മോക്കിംഗ്. ഇരിക്കുക എന്നത് പുതിയ പുകവലിയാണ് എന്നാണ് ആധുനിക പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ജിമ്മിൽ പോകാൻ പ്രതിജ്ഞയെടുക്കേണ്ട, പകരം ഞാൻ ചലിച്ചുകൊണ്ടിരിക്കും എന്നൊരു തീരുമാനം മതി. ശാസ്ത്രം പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ വാക്കുണ്ട്, നീറ്റ്, നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനസിസ്. ഇതിന്റെ അർത്ഥം ലളിതമാണ്, വ്യായാമമല്ലാത്ത ശാരീരിക അധ്വാനം. നിങ്ങൾ ഫോണിൽ സംസാരിക്കുമ്പോൾ മുറിയിലൂടെ നടക്കുന്നുണ്ടോ? അതാണ് നീറ്റ്. ലിഫ്റ്റ് ഒഴിവാക്കി പടികൾ കയറുന്നുണ്ടോ? അതും നീറ്റാണ്. വീട് തൂത്തുവാരുന്നുണ്ടോ? അതും നീറ്റാണ്. ഈ ചെറിയ ചലനങ്ങളാണ് ജിമ്മിലെ 1 മണിക്കൂറിനേക്കാൾ കൂടുതൽ കലോറി കത്തിക്കുന്നത്. ഓരോ മിനിറ്റ് ഇരിക്കുമ്പോഴും വെറും 2 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുക, ഒന്ന് നടക്കുക. ഈ ഒറ്റമാറ്റം നിങ്ങളുടെ രക്തത്തിലെ ഷുഗർ ലെവലിനെ അത്ഭുതകരമായി നിയന്ത്രിക്കും. ഇനി കുറച്ച് സീരിയസായൊരു കാര്യം. വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു എന്നറിയാമോ? ഓരോ വർഷവും നമ്മുടെ പേശികൾ അഥവാ മസിൽസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിനെ സാർക്കോപീനിയ എന്ന് വിളിക്കും. പ്രായമാകുമ്പോൾ വീഴുന്നതും എല്ലുപൊട്ടുന്നതും ബാലൻസ് തെറ്റുന്നതും ഇതുകൊണ്ടാണ്. പേശികൾ ക്ഷയിക്കുമ്പോൾ എല്ലുകൾക്ക് സംരക്ഷണമില്ലാതാകുന്നു. അതുകൊണ്ട് നമുക്കൊരു കവചം പണിയണം. അതിന് റെസിസ്റ്റൻസ് ട്രെയിനിംഗ് അഥവാ പേശികൾക്ക് ബലം കൊടുക്കുന്ന വ്യായാമങ്ങൾ അത്യാവശ്യമാണ്. ഇതിനർത്ഥം ബോഡി ബിൽഡർ ആകണമെന്നല്ല. സ്വന്തം ശരീരഭാരം ഉപയോഗിച്ച് ഏത്തമിടുക, സ്ക്വാട്സ്, ചുമരിൽ കൈകുത്തി പുഷപ്പ് എടുക്കുക, ഭാരമുള്ള സാധനങ്ങൾ എടുത്തു മാറ്റുന്നതുപോലും വ്യായാമമാണ്. നിങ്ങളുടെ പേശികൾ വെറും മാംസകഷ്ണങ്ങളല്ല, അവ ആയുസ് നീട്ടിത്തരുന്ന അവയവങ്ങളാണ്. ഓർഗൻ ഓഫ് ലോങ്ജിവിറ്റി. പേശികൾ എത്രത്തോളം ബലമുള്ളതാണോ അത്രകാലം നിങ്ങൾ മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കും. നടത്തം എന്ന മാന്ത്രിക വിദ്യ, ഏറ്റവും ലളിതമായ എന്നാൽ ഏറ്റവും ഫലപ്രദമായ വ്യായാമം. രാവിലെയോ വൈകുന്നേരമോ ഉള്ള മിനിറ്റ് നടത്തം ഹൃദയത്തിന് മാത്രമല്ല മനസ്സിനും മരുന്നാണ്. നടക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ എൻഡോർഫിൻസ് എന്ന സന്തോഷ ഹോർമോണുകൾ ഉണ്ടാകുന്നു. സ്ട്രെസ് കുറയാനും നല്ല ഉറക്കം കിട്ടാനും ചിന്തകൾ തെളിയാനും ഇതിലും നല്ലൊരു വഴി വേറെയില്ല. ഗാന്ധിജിയും ഐൻസ്റ്റീനും സ്റ്റീവ് ജോബ്സുമൊക്കെ നടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നവരായിരുന്നു. അവരുടെ വലിയ ചിന്തകൾ പിറന്നത് ആ നടത്തത്തിനിടയിലാണ്. നടക്കുമ്പോൾ പാട്ട് കേൾക്കുകയോ ഫോൺ നോക്കുകയോ ചെയ്യാതെ പ്രകൃതിയെ കണ്ട് സ്വന്തം ശ്വാസത്തെ അറിഞ്ഞു നടക്കാൻ ശ്രമിക്കൂ. അതിനെ മൈൻഡ്ഫുൾ വാക്കിംഗ് എന്നു പറയും.
അത് നൽകുന്ന ഉണർവ് വേറെ തന്നെയാണ്. പക്ഷേ പലരും ചോദിക്കാറുള്ളൊരു കാര്യമുണ്ട്, ഡോക്ടർ, ഇതൊക്കെ ചെയ്താലും ക്ഷീണം മാറുന്നില്ലല്ലോ, വൈറ്റമിൻ ഗുളികകൾ കഴിക്കണോ? സപ്ലിമെന്റുകൾ അത്യാവശ്യമാണോ? വിപണിയിൽ കിട്ടുന്ന ആയിരക്കണക്കിന് ഹെൽത്ത് സപ്ലിമെന്റുകളിൽ ഏതാണ് സത്യം, ഏതാണ് തട്ടിപ്പ്? ഇന്നത്തെ കാലത്ത് ഫാർമസിയിൽ ചെന്നാൽ A to Z വൈറ്റമിനുകൾ, പ്രോട്ടീൻ പൗഡറുകൾ, കൊളാജൻ ഡ്രിങ്കുകൾ ഇവയൊക്കെ കാണാം. നമ്മുടെ ശരീരത്തിന് വേണ്ട ഭൂരിഭാഗം കാര്യങ്ങളും നല്ല ഭക്ഷണത്തിൽ നിന്ന് കിട്ടും. പക്ഷെ നമ്മുടെ മണ്ണിലെ ഗുണനിലവാരം കുറഞ്ഞു, കീടനാശിനികൾ കൂടി നമ്മൾ വീടിനുള്ളിൽ തന്നെ അടച്ചിരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ചില വിടവുകൾ നികത്താൻ സപ്ലിമെന്റുകൾ ആവശ്യമായി വന്നേക്കാം. ശ്രദ്ധിക്കുക, ഇത് മരുന്നല്ല, ഭക്ഷണത്തിൽ കിട്ടാതെ പോകുന്നതിനെ പൂരിപ്പിക്കുക മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. അനാവശ്യമായ മൾട്ടിവൈറ്റമിനുകൾ വാരി വിഴുങ്ങാതെ കൃത്യമായി എന്താണ് വേണ്ടതെന്ന് നോക്കാം. കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് വെയിലിന് ഒരു പഞ്ഞവുമില്ല. പക്ഷെ മലയാളികളിൽ ഭൂരിഭാഗം പേർക്കും വൈറ്റമിൻ ഡി കുറവാണ്. നമ്മൾ വെയിലിനെ പേടിച്ചു കുടപിടിക്കുന്നു, സൺസ്ക്രീൻ തേക്കുന്നു, AC മുറികളിൽ ഇരിക്കുന്നു. വൈറ്റമിൻ ഡി വെറുമൊരു വൈറ്റമിനല്ല, അതൊരു ഹോർമോൺ പോലെയാണ് പ്രവർത്തിക്കുന്നത്. എല്ലിന്റെ ബലം, പ്രതിരോധശേഷി, ഡിപ്രഷൻ വരാതിരിക്കാൻ പോലും ഇത് വേണം. നിങ്ങൾക്കെപ്പോഴും നടുവേദനയാണോ, ക്ഷീണമാണോ, മുടികൊഴിച്ചിലുണ്ടോ? ഒന്ന് പോയി വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്തു നോക്കൂ. പ്രകൃതി തരുന്ന സൗജന്യ മരുന്നാണ് സൂര്യപ്രകാശം. രാവിലെ മുതൽ ഉച്ചവരെയുള്ള വെയിൽ ആഴ്ചയിൽ 3-4 ദിവസമെങ്കിലും ശരീരത്തിൽ കൊള്ളിക്കുക. ഇനി അതിന് പറ്റാത്തവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സപ്ലിമെന്റ് കഴിക്കുക. രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, കാലിൽ പേശിവലിവ് വരുന്നു, വല്ലാത്ത ഉത്കണ്ഠ. ഇതിനൊക്കെ കാരണം ചിലപ്പോൾ മഗ്നീഷ്യം എന്ന ധാതുവിന്റെ കുറവാകാം. സ്ട്രെസ് കുറയ്ക്കാനും പേശികൾക്ക് അയവ് നൽകാനും നല്ല ഉറക്കം കിട്ടാനും മഗ്നീഷ്യം സഹായിക്കും. ബദാം, മത്തങ്ങ വിത്തുകൾ, പംകിൻ സീഡ്സ്, ചീര, കശുവണ്ടി എന്നിവയിൽ ഇത് ധാരാളമുണ്ട്. ഉറങ്ങുന്നതിനു മുൻപ് ഇളം ചൂടുള്ള പാലിൽ ഒരു നുള്ളു മഞ്ഞളും കുരുമുളകും ചേർത്ത് കുടിക്കുന്നത് നമ്മുടെ പഴയ രീതിയാണ്. അതിലേക്ക് 2 ബദാം കൂടി ചേർത്താൽ നാച്ചുറൽ മഗ്നീഷ്യം സപ്ലിമെന്റ് റെഡിയായി. നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല കൊഴുപ്പ് ഒമേഗ-3. നമ്മുടെ ശരീരം സ്വന്തമായി ഒമേഗ-3 ഉണ്ടാക്കില്ല, അത് പുറത്തുനിന്ന് തന്നെ കൊടുക്കണം. മീൻ കഴിക്കാത്തവർ അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആയവർക്ക് ഇത് പലപ്പോഴും കിട്ടാറില്ല. തലച്ചോറിന്റെ ഭക്ഷണമാണിത്. ഒമേഗ-3 സപ്ലിമെന്റുകൾ അഥവാ ഫിഷ് ഓയിൽ കഴിക്കുന്നത് ഹൃദയത്തിനും തലച്ചോറിനും നൽകാവുന്ന വലിയൊരു സമ്മാനമാണ്. പക്ഷേ ഓർക്കുക, ഡോക്ടറുടെ ഉപദേശമില്ലാതെ സപ്ലിമെന്റുകൾ വാങ്ങരുത്. രക്തപരിശോധന നടത്തി കുറവുണ്ടെങ്കിൽ മാത്രം കഴിക്കുക. സപ്ലിമെന്റുകളുടെ പിന്നാലെ പോയിട്ട് നാം മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, ജീവജലം അഥവാ വെള്ളം. നമ്മുടെ ശരീരത്തിന്റെ ഭൂരിഭാഗവും വെള്ളമാണ്. തലച്ചോറ് ചുരുങ്ങിപ്പോകാതിരിക്കാൻ, ചർമ്മം തിളങ്ങാൻ, കിഡ്നി വൃത്തിയായിരിക്കാൻ വെള്ളം കുടിച്ചേ മതിയാവൂ. ദാഹിക്കുമ്പോൾ മാത്രമല്ല, ദാഹിക്കുന്നതിനു മുൻപേ വെള്ളം കുടിക്കുക. നിങ്ങളുടെ മൂത്രത്തിന്റെ നിറം തെളിഞ്ഞ വെള്ളം പോലെയാണെങ്കിൽ നിങ്ങൾ സേഫാണ്. മഞ്ഞയാണെങ്കിൽ ശരീരം വെള്ളത്തിനായി ആവശ്യപ്പെടുകയാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ശാരീരികമായ മാറ്റങ്ങളെക്കുറിച്ചാണ്. ഭക്ഷണം, ഉറക്കം, വ്യായാമം, സപ്ലിമെന്റുകൾ. എന്നാൽ ഇതൊക്കെ ചെയ്താലും രോഗം മാറാത്ത ചിലരുണ്ട്. എന്തുകൊണ്ടാണെന്നോ? അവരുടെ മനസ്സ് രോഗഗ്രസ്തമാണ്. നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ കോശങ്ങളെ മാറ്റാൻ കഴിവുണ്ട്. പ്ലെസിബോ ഇഫക്റ്റ് എന്നാൽ എന്താണെന്ന് നോക്കാം. 2 ഗ്രൂപ്പ് രോഗികൾ, ഒരേ രോഗം, ഒരേ വേദന. ആദ്യത്തെ ഗ്രൂപ്പിന് ഡോക്ടർ വിലകൂടിയ ശക്തമായ ഒരു വേദന സംഹാരി നൽകി. രണ്ടാമത്തെ ഗ്രൂപ്പിന് ഡോക്ടർ കൊടുത്തത് വെറും പഞ്ചസാര ഗുളികയാണ്, ഷുഗർ പിൽ. പക്ഷേ അവരോട് പറഞ്ഞു, ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച മരുന്നാണ്, കഴിച്ച ഉടനെ വേദന മാറും. എന്ത് സംഭവിച്ചു എന്നറിയാമോ? രണ്ടാമത്തെ ഗ്രൂപ്പിലെ ഭൂരിഭാഗം പേർക്കും വേദന മാറി, മരുന്നില്ലാതെ വെറും വിശ്വാസം കൊണ്ട് മാത്രം. ഇതാണ് നമ്മുടെ മനസ്സിന്റെ ശക്തി. എനിക്ക് ഭേദമാകും എന്ന് മനസ്സുറപ്പിച്ച് വിശ്വസിച്ചാൽ തലച്ചോറ് സ്വന്തമായി ചില രാസവസ്തുക്കൾ, ഡോപ്പമീൻ, എൻഡോർഫിൻസ് ഉൽപ്പാദിപ്പിക്കും. എപ്പോഴും എനിക്ക് വയ്യ, ഞാൻ ക്ഷീണിതനാണ്, എനിക്ക് പ്രായമായി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരീരം അതനുസരിക്കും. നേരെ മറിച്ച് ഞാൻ ആരോഗ്യവാനാണ്, എനിക്ക് ഊർജ്ജമുണ്ട് എന്ന് ഓരോ ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കി പറയൂ. നമ്മൾ ഭക്ഷണത്തിലെ വിഷത്തെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ അതിനേക്കാൾ വലിയ വിഷം നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കാറുണ്ട്. പക, വിദ്വേഷം, അസൂയ, കുറ്റബോധം. പണ്ടാരോ നമ്മളോട് ചെയ്ത തെറ്റോർത്ത് ഇന്നും നമ്മൾ സങ്കടപ്പെടാറില്ലേ? ആ വ്യക്തി ചിലപ്പോൾ സുഖമായി ജീവിക്കുന്നുണ്ടാകും, പക്ഷെ നമ്മൾ ആ പഴയ തീക്കനൽ നെഞ്ചിൽ വെച്ച് നേറുകയാണ്. കോപവും വെറുപ്പും ഉള്ളിൽ വെക്കുന്നത് വിഷം നമ്മൾ കുടിച്ചിട്ട് മറ്റൊരാൾ മരിക്കാൻ കാത്തിരിക്കുന്നത് പോലെയാണ്. ഈ നെഗറ്റീവ് വികാരങ്ങൾ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണുകൾ നിറയ്ക്കും. ഇത് നമ്മുടെ പ്രതിരോധശേഷിയെ കാർന്നുതിന്നും. ഏറ്റവും വലിയ ഡീറ്റോക്സ് എന്ന് പറയുന്നത് മനസ്സിലുള്ള മാലിന്യങ്ങളെ പുറന്തള്ളലാണ്.
ക്ഷമിക്കുക, വിട്ടുകളയുക. അത് അവർക്കു വേണ്ടിയല്ല, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനു വേണ്ടിയാണ്. ലെറ്റ് ഗോ ടു ലെറ്റ് ഗ്രോ. ദിവസവും വെറും മിനിറ്റ് മൊബൈലും ടിവിയും മാറ്റിവെച്ച് വെറുതെ ഒന്നിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ധ്യാനമെന്ന് കേൾക്കുമ്പോൾ കാട്ടിൽ പോയി തപസ് ചെയ്യണമെന്ന് വിചാരിക്കേണ്ട. കണ്ണടച്ച് സ്വന്തം ശ്വാസം വരുന്നത് ശ്രദ്ധിക്കുക. മനസ്സെങ്ങോട്ടെങ്കിലും പോയാൽ സ്നേഹത്തോടെ അതിനെ തിരികെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിന്റെ ഘടനയിൽ തന്നെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഓർമ്മശക്തി കൂടുന്നു, സ്ട്രെസ് കുറയുന്നു. മനസ്സിനും ഒരു ജിം കൊടുക്കൂ. മിനിറ്റ് നിശബ്ദത. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം മനുഷ്യർ ജീവിക്കുന്ന സ്ഥലങ്ങളെ ബ്ലൂ സോൺസ് എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് ജപ്പാനിലെ ഒക്കിനാവ. അവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം ഡയറ്റ് മാത്രമല്ല, അവർക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്. അവർ ഒറ്റയ്ക്കല്ല. ഏകാന്തത വളരെ അപകടകരമാണ്. സോഷ്യൽ മീഡിയയിലെ 1000 ഫ്രണ്ട്സിനേക്കാൾ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുന്ന 2 നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കുക. മനസ്സ് തുറന്നു ചിരിക്കുക. ചിരിക്കുമ്പോൾ സ്ട്രെസ് കുറയും, യൗവനം തുളുമ്പും. അറിവ് ശക്തിയല്ല, അറിവ് പ്രയോഗിക്കുമ്പോഴാണ് അത് ശക്തിയാകുന്നത്. നോളജ് ഈസ് നോട്ട് പവർ, ആക്ഷൻ ഈസ് പവർ. പലരും വലിയ ആവേശത്തിൽ തുടങ്ങും, കുറച്ചു ദിവസം കഴിയുമ്പോൾ നിർത്തും. എന്തുകൊണ്ട്? കാരണം അവർക്കൊരു സിസ്റ്റമില്ല. നമ്മൾ ഒരേ സമയം എല്ലാം മാറ്റാൻ ശ്രമിക്കുമ്പോൾ ശരീരം പെട്ടെന്നുള്ള മാറ്റങ്ങളെ ഇഷ്ടപ്പെടാതെ പഴയ സുഖത്തിലേക്ക് നമ്മളെ വലിച്ചിഴയ്ക്കും. നമ്മൾ ജയിക്കാൻ പോകുന്നത് ആവേശം കൊണ്ടല്ല, തന്ത്രം കൊണ്ടാണ്. അതിന് ജപ്പാനുകാർ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, കൈസൻ, അതായത് ചെറിയ തുടർച്ചയായ മാറ്റങ്ങൾ. നാളെ മുതൽ മാരത്തോൺ ഓടേണ്ട, പകരം ഷൂസ് ഇട്ട് 5 മിനിറ്റ് മാത്രം നടക്കുക. നാളെ മുതൽ ഭക്ഷണം മുഴുവൻ മാറ്റേണ്ട, പകരം ഉച്ചഭക്ഷണത്തിൽ ഒരു പാത്രം സലാഡ് കൂടി ഉൾപ്പെടുത്തുക. ഈ ചെറിയ മാറ്റങ്ങൾ ശീലമായി മാറും. നമുക്കൊരു അടിസ്ഥാന റുട്ടീൻ ഉണ്ടാക്കാം. രാവിലെ എഴുന്നേൽക്കുന്നു, ഫോൺ നോക്കാതെ 2 ഗ്ലാസ് വെള്ളം കുടിക്കുന്നു. കുറച്ചു സമയം വെയിൽ കൊള്ളുന്നു, അല്ലെങ്കിൽ ചെറിയ സ്ട്രെച്ചിംഗ് ചെയ്യുന്നു. ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം മുട്ടയോ കുറച്ച് പയറോ ചേർത്ത് പ്രോട്ടീൻ ഉറപ്പാക്കുന്നു. ഉച്ചയ്ക്ക് ചോറ്, കുറച്ച് കറികൾ കൂടുതൽ കഴിക്കുന്നു. വൈകുന്നേരം മിനിറ്റ് ആസ്വദിച്ച് നടക്കുന്നു. രാത്രി അത്താഴം കഴിയുന്നത്ര ലഘുവാക്കുന്നു. രാത്രി കിടക്കുന്നതിന് മുൻപ് സ്ക്രീൻ ഓഫ് ചെയ്ത് കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുന്നു. ഒരു പുതിയ കാര്യം ശീലമാകാൻ ദിവസവും, അതൊരു ജീവിതശൈലിയായി മാറാൻ ദിവസവും വേണം. ആദ്യത്തെ കുറച്ചു ദിവസം ശരീരം വാശി പിടിക്കും, ആ സമയത്ത് വിട്ടുകൊടുക്കരുത്. ദിവസത്തിനു ശേഷം ശരീരം നിങ്ങളെ സഹായിച്ചു തുടങ്ങും. ഈ ഹെൽത്ത് ചാലഞ്ചിൽ നിങ്ങളുടെ പങ്കാളിയെയോ സുഹൃത്തിനെയോ കൂടി പങ്കാളിയാക്കുക. പരസ്പരം ഓർമ്മിപ്പിക്കുക. ചിലപ്പോൾ ഡയറ്റ് തെറ്റാം, തിരക്കുകൊണ്ട് നടക്കാൻ പറ്റിയില്ലെന്നു വരാം. വീഴുന്നത് സ്വാഭാവികം, എഴുന്നേൽക്കുന്നതാണ് ഹീറോയിസം. ഒരു ദിവസം മുടങ്ങിയാൽ അടുത്ത ദിവസം വീണ്ടും തുടങ്ങുക. അവസാനമായി 5 സുവർണ നിയമങ്ങൾ ചുരുക്കി പറയാം. 1. ഭക്ഷണം മരുന്നാക്കുക. പാക്കറ്റിൽ വരുന്നതും പഞ്ചസാരയും കുറയ്ക്കുക. പച്ചക്കറികളും ഒമേഗ-3യും കഴിക്കുക. 2. ചലനമാണ് ജീവൻ. ഇരിക്കരുത്, നടക്കുക, പടികൾ കയറുക, ദിവസവും മിനിറ്റ് ശരീരത്തെ ഒന്ന് വിയർപ്പിക്കുക. 3. ഉറക്കം ഒരു ആഡംബരമല്ല, രാത്രി കൃത്യസമയത്തുറങ്ങാൻ ശീലിക്കുക. നല്ല ഉറക്കമാണ് ഏറ്റവും വലിയ ആന്റി ഏജിംഗ് മരുന്ന്. 4. മനസ്സിനെ വിഷമുക്തമാക്കുക. സ്ട്രെസ് കുറയ്ക്കാൻ ശ്വാസവ്യായാമങ്ങൾ ചെയ്യുക. ക്ഷമിക്കുക, മറക്കുക, ചിരിക്കുക. 5. തുടർച്ചയാണ് വിജയം. ഒറ്റ രാത്രി കൊണ്ട് അത്ഭുതം നടക്കില്ല. ചെറിയ മാറ്റങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക. നിർത്താതിരിക്കുക. രോഗങ്ങളില്ലാത്ത, മരുന്നുകളില്ലാത്ത, ഭയമില്ലാത്ത ഒരു ജീവിതം, അത് നിങ്ങളുടെ അവകാശമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത്തരം അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൺ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ആരോഗ്യാഭിവൃദ്ധിക്കായുള്ള ലക്ഷ്യങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.